ത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മയിലായിരിക്കുന്നതിനാലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. പേര് സുനിൽ. ഹായ് ഹായ് സുനിലേട്ടാ. ഹായ് സുനിലേട്ടാ. ഹായ്, ഹായ് ഹായ്. ഹായ് സുനിലേട്ടാ. ഹായ്. ശരിക്കും ഒരു നീണ്ട ഒരു സമയമെടുത്ത് നമ്മൾ സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഉള്ള ഒരു വിഷയമാണെങ്കിലും ഒരുപാട് അത് നീട്ടുന്നില്ല. അതിനേക്കാൾ നല്ലത് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ഇന്ററാക്ഷനോട് കൂടി ഈ കാര്യങ്ങൾ പോകുന്നതായിരിക്കുമല്ലോ. ഒരു വിഷയാവതരണം എന്നതിനേക്കാൾ ഉപരി ഒരു വിഷയാധിഷ്ഠിത ഷെയറിംഗ് ആണല്ലോ ഏറ്റവും നല്ലത്. നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഓർത്തു പോകേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നമുക്കറിയാം, നമ്മളെ ഓരോരുത്തരുടെയും അനുഭവം എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള മദ്യപാനത്തിന്റെ ദുരിതം നമ്മളെ വല്ലാതെ അങ്ങോട്ട് വേട്ടയാടിയ ഘട്ടങ്ങളിലൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ പലതരത്തില് നമ്മൾ ഓരോരുത്തരും നടത്തിയിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള അത് ശരിയായ ഫലം തരികയോ വളരെ കാലത്തേക്കൊന്നും കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ സഹായിച്ചിരുന്നു. എന്നാൽ നേരെ മറിച്ച് നമ്മൾ കൂട്ടായ്മയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഈ ഫെലോഷിപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചിട്ടും അല്ലെ നമ്മൾ ആഗ്രഹിച്ചിട്ടും കുടിയിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്തതെന്നും അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്നും അതിനുള്ള പരിഹാരം എന്തെന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചത് നമ്മൾ എയിൽ എത്തിയതിനു ശേഷമാണ്. അപ്പൊ ആ എയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മദ്യാസക്ത രോഗി ആയതുകൊണ്ടും മദ്യാസക്ത രോഗിയെ സംബന്ധിച്ചിടത്തോളം മദ്യം കൈകാര്യം ചെയ്യുന്ന അല്ലെ മദ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മുൻകരുതലായിട്ട് എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ അത് നമ്മളെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഒരിക്കലും കുടിക്കാൻ കഴിയാത്ത വിധം ഒരു ഗുരുതരമായ രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും എന്നുള്ള ഒരു ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടായി. അപ്പൊ ഇനിയും ഒരിക്കലും കുടിക്കാൻ പറ്റാത്തവരാണെന്ന് അറിഞ്ഞിട്ടും നമ്മള് ഒരാൾ പോലും, ഓരോ അംഗം പോലും അല്ലെ കൂട്ടായ്മയിലുള്ള ഒരു മദ്യാസക്ത രോഗിയും ഓരോ മദ്യാസക്തനും ഒരിക്കൽ പോലും ഇനി കുടിക്കില്ല, ഇനി ഒരിക്കലും കുടിക്കില്ല, അതിന് സാധിക്കില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും കുടിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല മുന്നോട്ട് പോകുന്നത്. മറിച്ച് നമ്മളെല്ലാവരും ആ ബോധ്യം അല്ലെങ്കിൽ ആ തിരിച്ചറിവ് ഉണ്ടായിട്ടും 24 മണിക്കൂർ ഇന്നത്തെ ദിവസം മദ്യത്തിൽ നിന്നും മാറി നിൽക്കുക, അല്ലെ ഇന്നത്തെ കുടിയെ നമ്മൾ നാളത്തേക്ക് മാറ്റുക. അപ്പൊ ആ 24 മണിക്കൂർ പദ്ധതിയുടെ ഭാഗമായാണ് നമ്മൾ ഈ ഫെലോഷിപ്പിൽ നിലനിന്ന് പോകുന്നതും കുടിക്കാതിരിക്കുന്നതും മുന്നോട്ട് പോകും. അപ്പൊ ശരിക്കും നമ്മൾ എന്തുകൊണ്ടാണ് ഇനി ഒരിക്കലും കുടിക്കാൻ കഴിയാത്തവരാണ് എന്ന ബോധ്യം ഉണ്ടായിട്ടും പിന്നെ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഫെലോഷിപ്പ് നമുക്കൊരു തിരിച്ചറിവ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടും ഇനി ഒരിക്കലും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്താത്തത് എന്താണ്, അല്ലെങ്കിൽ ഫെലോഷിപ്പ് അങ്ങനെ ഒരു നിർദ്ദേശം വെക്കാത്തത് എന്താണ്? കാരണം ഒരു മദ്യാസക്തന്റെ മനോഭാവം അല്ലെങ്കിൽ എന്റെ മാനസികാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസുഖത്തിന്റെ ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമാണ്, മാനസികമാണ്. അതിന്റെ കൂടെ ആത്മീയതയും ചേരുന്നു. വൈകാരിക ആത്മീയ തലത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. അതാണ് പ്രധാനമായിട്ടും ഈ രണ്ട് ഭാഗങ്ങൾ അല്ലെ ഈ രണ്ട് ഘടകങ്ങളാണ് അതിന്റെ പ്രധാനമായിട്ടുള്ളത്. ഫിസിക്കലായിട്ടുള്ള ചെറുത് മാത്രമേ ഉള്ളൂ, അത് ഒരു വർഷം കൊണ്ട് നമ്മൾ റിക്കവർ ചെയ്ത് പോരുമെന്ന് കൂട്ടായ്മ പറയുന്നുമുണ്ട്. അപ്പൊ ഈ മാനസിക തലത്തിലുള്ള അല്ലെങ്കിൽ മനഃശാസ്ത്രപരമാണ് നമ്മുടെ അസുഖത്തിന്റെ പ്രധാനപ്പെട്ട വേരുകൾ കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ മനഃശാസ്ത്രപരമായിട്ടൊരു സമീപനത്തിൽ ഇനിയൊരിക്കലും എന്നുള്ളതിന് അത്രമാത്രം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതല്ല. മറിച്ച് ഇന്നേ ദിവസം 24 മണിക്കൂർ സമയം നമ്മൾ അതിൻ്റെ അകത്ത് കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള ആ ഒരു തീരുമാനം നടപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയും അങ്ങനെ ഓരോരുത്തരും വർഷങ്ങളോളം ഇതിൻ്റെ അകത്ത് കുടിയിൽ നിന്ന് മാറുകയൊക്കെ ചെയ്യും. ഈ ഒരു കാര്യം
നമ്മുടെ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിച്ചു പോകുന്ന അനാഥാലയത്തിന്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അനാമധേയത്വം എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ ഇതിന്റെ ഓരോ തത്വങ്ങളും ഓരോ പാരമ്പര്യങ്ങളാവട്ടെ, പടികളാവട്ടെ, നിർദ്ദേശങ്ങളാവട്ടെ, ഇതൊക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്, പ്രാവർത്തികമാക്കുന്നവരുണ്ട്. അവരുടെ എണ്ണമൊക്കെ വളരെ കുറവാണെങ്കിൽ പോലും പ്രാവർത്തികമാക്കുന്നവരുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഏറ്റവും അധികം നമ്മൾ അതിൻ്റെ അകത്ത് ലംഘിക്കുന്നതും ഈ പാരമ്പര്യങ്ങൾ, പ്രത്യേകിച്ചും അനാമധേയത്വം, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ കൂട്ടായ്മ ഈ അനാമധേയത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്, അതായത് നമ്മുടെ 11, 12 പാരമ്പര്യങ്ങളിൽ അനാമധേയത്വം എന്ന് പറയുന്ന ആ ഒരു തത്വത്തെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിലെന്താണ് ഈ 11ാം പാരമ്പര്യം പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എഐയുടെ പൊതുജന സമ്പർക്ക രീതി എപ്പോഴും ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം, ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാവരുത്. നാം എപ്പോഴും അനാമധേയത്വം പ്രസ്, റേഡിയോ, TV എന്നീ തലങ്ങളിൽ പാലിക്കണം. അതാണ് 11ാമത്തെ പാരമ്പര്യം. ഇനി 12ാമത്തെ പാരമ്പര്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അനാമധേയത്വം എന്ന ആദർശം നമ്മുടെ പാരമ്പര്യങ്ങളുടെ ആധ്യാത്മിക അസ്ഥിവാരമായതുകൊണ്ട് നമ്മൾ എപ്പോഴും വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണം. ഇതാണ് അനാമധേയത്വം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വത്തെക്കുറിച്ച് 11, 12 പാരമ്പര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. അപ്പൊ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അനാമധേയത്വം എന്ന് പറയുന്ന ആ ഒരു തത്വത്തിലേക്ക്, അല്ല ആ പാരമ്പര്യത്തിലേക്ക് എത്താൻ വേണ്ടി ഉണ്ടായ ആ ഒരു ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് നമ്മുടെ ലിറ്ററേച്ചറുകളിലൊക്കെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മാത്രം മറ്റ് സംഘടനകളിൽ നിന്നും അല്ലെ മറ്റു തരത്തിലുള്ള കൂട്ടായ്മകളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള ഒരു പാത പിന്തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അതിൻ്റെ അകത്ത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ 24 മണിക്കൂർ പദ്ധതിയുടെ ഒരു പ്രാധാന്യം, അനാമധേയത്വം എന്ന് പറയുന്ന തത്വത്തിന്റെ ആ കാതൽ, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി. നമുക്കറിയാം അനാമധേയത്വത്തെ കുറിച്ച് നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ അകത്ത് ശരിക്കും ഈ ഫെലോഷിപ്പ് ലോകമെമ്പാടും അറിയണം, അല്ലെങ്കിൽ മറ്റുള്ള മധ്യസ്ഥർ അറിയണം, പൊതുസമൂഹം അറിയണം. എങ്കിൽ മാത്രമേ അത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നും അതിലേക്ക് മധ്യാസക്തരായിട്ടുള്ള രോഗികൾ എത്തുകയുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ സ്വീകരിച്ച ഒരു മാർഗം, അനാമധേയത്വം എന്ന് പറഞ്ഞാൽ അതിലെ വ്യക്തികൾക്ക് പ്രാധാന്യം ഇല്ല, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂട്ടായ്മയിലുള്ള വ്യക്തികൾ ആരാണ് എന്നുള്ളത് പബ്ലിക്കിനെ നമ്മൾ അറിയിക്കുന്നില്ല, അല്ലെ മറ്റു മധ്യാസക്തരെ നമ്മൾ അറിയിക്കുന്നില്ല. അത് വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പരസ്യത്തിന് വേണ്ടി, ഒരു പ്രചരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിലുള്ള വ്യക്തികളെ കുറിച്ചുള്ള ആ രഹസ്യാത്മകമായിട്ടുള്ള ഒരവസ്ഥ മാത്രമാണോ നമ്മൾ സൂക്ഷിക്കേണ്ടത്? നമ്മുടെ കൂട്ടായ്മ പറയുന്നത് അതല്ല. ആ വ്യക്തികളും രഹസ്യമായിരിക്കണം, അതോടൊപ്പം തന്നെ ആ വ്യക്തികൾ പങ്കുവെക്കുന്ന കാര്യങ്ങളും വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം. അതിന്റെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ എൻ്റെ ഒക്കെ ഒരു അനുഭവത്തിൽ ഞാനൊക്കെ അധികാലത്തുണ്ട്, നമ്മളെല്ലാവരും യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരത്തിന് വേണ്ടിയുള്ള ഒരുപാട് നെട്ടോട്ടം നമ്മൾ ഓടിയിട്ട് നമ്മൾ കൂട്ടായ്മയിൽ എത്തിക്കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെയാണോ അന്വേഷിച്ചിരുന്നത്, യഥാർത്ഥത്തിൽ എന്താണോ നമ്മുടെ പ്രശ്നം, അതിന്റെ ഉത്തരം കിട്ടുമ്പോൾ, അതിന്റെ പരിഹാരം കിട്ടുമ്പോൾ, അല്ലെ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ ഒരു വഴി നമുക്ക് തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ ഭയങ്കര ആവേശമുള്ളവരായിട്ട് മാറും. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആദ്യകാലത്ത്. ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശം. എന്താണോ യഥാർത്ഥത്തിൽ ഇത്രയും കാലം മദ്യപാനത്തിന്റെ കാര്യത്തിൽ ഞാൻ അന്വേഷിച്ചിരുന്നത്, അതിനത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു ദൈവാനുഗ്രഹത്തിന്റെ, അല്ല ഒരു വലിയ ഒരു ആവേശത്തിന്റെ ഒരു രീതികളൊക്കെ തുടക്കത്തിൽ എനിക്കും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആവേശം നമ്മുടെ ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ നമ്മളിത് കാണിക്കും. ഈ ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ നമ്മളിത് കാണിക്കുമ്പോൾ
പലതും നമ്മുടെ മനസ്സിൽ നമുക്കറിയാമല്ലോ. അതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതിന്റെ അകത്ത് തിങ്ങി നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് അതിന്റെ അകത്ത് അനുസ്യൂതം ഒഴുകാൻ പാകത്തിൽ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇതിൽ നമ്മൾ അതിന്റെ അകത്ത് നാലാളുടെ മുൻപിൽ പറയേണ്ടതും പറയേണ്ടാത്തതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മള് തുടക്കത്തിന്റെ ആവേശത്തിൽ ചിലപ്പോൾ ഈ മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ അതിന്റെ അത് പറഞ്ഞു. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനത് പറഞ്ഞത്. ഇത് പലപ്പോഴും നമുക്ക് അതിന്റെ അകത്ത് അപകടമുണ്ടാകും. അപ്പൊ ആദ്യത്തെ ആ ഒരു തുടക്കക്കാരന്റെ ഒരു ആവേശത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ തുറന്നു പറച്ചിൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എത്തിയ ഉടനെ ഒന്നും നമ്മൾ ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ തത്വങ്ങളെ കുറിച്ചോ അല്ലെ പടികളെ കുറിച്ചോ പാരമ്പര്യങ്ങളെ കുറിച്ചോ പടികൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതികളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്പോൺസറെ കണ്ടെത്തുന്നതിനെ കുറിച്ചോ ഒന്നും നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ അതിന്റെ തുടക്കത്തിൽ നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. അതൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് സാവകാശം നടക്കുന്നതായ ഒരു കാര്യമാണ്. ഒരു സ്പോൺസറെയൊക്കെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ മുന്നിൽ നമ്മൾ ഈ പടികൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഉള്ള ആ ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഒക്കെ മുൻപേ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ നമ്മൾ ആവേശപൂർവ്വം പങ്കുവയ്ക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ അപകടമുണ്ടാക്കുന്ന തലത്തിലേക്ക് മാറി. എനിക്ക് അതിൻ്റെ അകത്ത് ഒരു വ്യക്തമായിട്ടൊരു അനുഭവം ഉള്ളയാളാണ്. ഞാൻ ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഈ മീറ്റിങ്ങിൽ തുറന്നു പറയുകയും പിന്നീട് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു ദുരുദ്ദേശത്തോടെ അല്ല മറ്റൊന്നും അല്ല, മറിച്ച് എൻ്റെ ആ ഒരു തുറന്ന മനസ്സ് വെച്ച് അതിൻ്റെ അകത്ത് ശുദ്ധ മനസ്ഥിതി വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ആ കാര്യങ്ങളിൽ പിന്നീട് പല കാര്യങ്ങൾ അതിന് കഴിഞ്ഞാൽ ഇയാൾ ഇത്തരക്കാരനാണല്ലോ, അല്ല ഇവൻ ഇത്തരത്തിലുള്ള ഒരാളാണല്ലോ, ഇവൻ ഈ മീറ്റിങ്ങിൽ ഇന്ന രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ അതിൻ്റെ അകത്ത് ഈ മുന്നോട്ട് ആളുകളുടെ ഇടയിലും അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങളുടെ ഇടയിലും ഒക്കെ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു പെരുമാറ്റം ഉണ്ടാവാൻ ആ രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണല്ലോ എന്നുള്ളത് ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആളുകളിൽ പലരും അതിൻ്റെ അകത്ത് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല, തുടക്കക്കാരൻ്റെതായ ഒരു ആവേശവും ഈ കിടക്കുന്ന കുറെ കാര്യങ്ങൾ വെളിയിലേക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണം, അതിന് നമ്മൾ കൂട്ടായ്മയെ അതിലിരിക്കുന്ന ആളുകളെയും അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് തുറന്നു പറയുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ അതിൻ്റെ അകത്ത് തിരിച്ചടിയായിട്ട് മാറുന്ന അവസരങ്ങളുണ്ടാകും. അപ്പം ഈ അനാമധേയത്വം എന്ന് പറയുന്ന അത് പിന്നീട് എനിക്കത് മനസ്സിലാവുകയും ഞാനത് അത്തരത്തിൽ ചിന്തിച്ച ആളുകളുടെ അരികെ അത്തരത്തിലുള്ള ഒരു ചിന്തയുടെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു അപകടകരമായ തുടർന്ന് പറച്ചിലിന്റെ ഒരു തിക്താനുഭവം എന്താണെന്ന് പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മീറ്റിംഗിൽ ഷെയർ ചെയ്ത് പോയിട്ടുമുണ്ട്, അത്തരം ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ. അപ്പം നമുക്ക് ഈ അനാമധേയത്വത്തിന്റെ ഒരു പ്രാധാന്യം ശരിക്കും അന്നൊക്കെ എനിക്ക് ഇതിന്റെ അകത്ത് പതുക്കെ പതുക്കെ മനസ്സായി തുടങ്ങി. കാരണം വലിയൊരു ഗൗരവം കൊടുക്കാത്ത ഒരു കാര്യമായിരുന്നു ഈ അനാമധേയത്വം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൂട്ടായ്മയിലുള്ള വ്യക്തികളാവട്ടെ, മീറ്റിങ്ങുകളിൽ ഒരു തുടക്കക്കാരന്റെ ആവേശത്തോടു കൂടി അവർ പങ്കുവെക്കുന്ന കാര്യങ്ങളാവട്ടെ, ഇത് രണ്ടും ഒരുപോലെ രഹസ്യാത്മകമായിട്ട് നിലനിൽക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ശരിക്കും അനാമധേയത്വം പറയുന്നത്. അല്ലാണ്ട് വ്യക്തികൾ മാത്രം രഹസ്യം, അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മാത്രം രഹസ്യമായിട്ടിരുന്നാൽ പോരാ, അവർ പങ്കുവെക്കുന്ന കാര്യങ്ങളും രഹസ്യമായി. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് പറയാറുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളത് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് കഴിഞ്ഞാൽ, ഒരു പുതുമക്കാരനായിട്ടുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ഈ പങ്കുവെക്കുന്ന പല കാര്യങ്ങളും ഇത് വെളിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. എന്റെ ഈ പ്രദേശത്ത് തന്നെ നമുക്കറിയാം, ഒരു 3-4 വർഷം മുമ്പ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കടുത്ത ശത്രുതയിലേക്ക് പോവുകയും ഈ രണ്ട് മദ്യാസക്തരും അവരുടെ കുടുംബാംഗങ്ങളും പൂർണ്ണമായിട്ടും ആയിട്ട് ശത്രുതയിലായി ചത്തുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്റെ അത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അംഗം തന്റെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ ഒരു അനുഭവം, അതേ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന മറ്റേ ഒരു അംഗം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയുകയും ഈ രണ്ടുപേരുടെയും ഭാര്യമാർ അല്ലനോൺ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരായിരുന്നു. അവരവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അത് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് വഴക്കിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ശരിക്കും നമ്മളതിനകത്ത് കൂട്ടായ്മയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടും ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നുള്ളതും
ഈ അനാമധേയത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ അതിന്റെ അകത്ത് ഈ തുറന്നു പറച്ചിലിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ ഏതറ്റം വരെ ഒരു ഓപ്പൺ മീറ്റിംഗ് ക്ലോസ് മീറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി ഒരു ഓപ്പൺ മീറ്റിംഗിൽ എങ്ങനെ സംസാരിക്കണം, ഒരു ക്ലോസ് മീറ്റിംഗിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ള നിലയിലേക്കൊക്കെ നമ്മൾ നമ്മൾ അതിൻ്റെ അകത്ത് അവരെ അതിന്റെ ആ ഒരു തരംതിരിവും അതിന്റെ വ്യത്യാസവും നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി അത്തരത്തിൽ പങ്കുവെക്കലിനുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും എന്തായിരിക്കണം എന്നുള്ളവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പലപ്പോഴും അത് സംഭവിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ. അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ നടക്കുന്നുമുണ്ട്. ഇനി വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കൂട്ടായ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന വ്യക്തിക്കല്ല തത്വങ്ങൾക്കാണ് പ്രാധാന്യം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് വ്യക്തികളെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പം ഈ നമുക്കറിയാമല്ലോ ഈ ശരിക്കും പറഞ്ഞ ബില്ലിന്റെയും ബോബിന്റെയും ഒക്കെ ഒരു ചിത്രം പോലും നമ്മൾ ഇതിന്റെ അകത്ത് ചിത്രങ്ങളായിട്ട് കാണാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ മരണശേഷമാണ്. അതിനു മുൻപൊന്നും ഉണ്ടായിട്ടില്ലെന്ന എനിക്ക് എന്റെ ഒരു അറിവ്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിനൊക്കെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ അനാമധേയത്വം എന്ന് പറയുന്ന ആ ഒരു പാരമ്പര്യം കർശനമായിട്ട് അത്തരത്തിലുള്ള പഴമക്കാരായിട്ടുള്ള ആദ്യകാല അംഗങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ്. ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന എന്തുകൊണ്ടായിരുന്നു അവരതെങ്ങനെ ചെയ്തിരുന്നത്? നമ്മൾ ഇനി ഒരിക്കലും കുടിക്കാൻ പറ്റാത്തവരായി തിരിഞ്ഞിരിക്കുന്ന രോഗികളാണെന്നുള്ള തിരിച്ചറിവും ബോധ്യവും ഉണ്ടായിട്ടും ഇന്നേ ദിവസം കുടിക്കുന്നില്ല എന്നുള്ള കൂട്ടായ്മയുടെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ. കാരണം ഈ നമ്മുടെ ഫെലോഷിപ്പ് തന്നെ പറയുന്നുണ്ട്, ഇന്നലകളിലെ മീറ്റിങ്ങുകളോ ഇന്നുകളിൽ നടത്തിയ 12ാം പടി പ്രവർത്തനമോ എന്റെ മുന്നോട്ടുള്ള സുബോധാവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് നമ്മുടെ കൂട്ടായ്മ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരിക്കും. സ്ഥിരമായിട്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരാളായിരിക്കും. ആ മീറ്റിങ്ങുകളിൽ സ്ഥിരമായിട്ട് ഇന്നലകളിൽ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാൻ മീറ്റിങ്ങുകളിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ ആ ഒരു വലിയ ദൈവാനുഗ്രഹം മറ്റു മധ്യാസക്തരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള 12ാം പടി പ്രവർത്തനം ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലോ ഒക്കെ ചെയ്തിട്ടുള്ള എന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ എന്റെ തുടർച്ചയായ മീറ്റിങ്ങുകളോ മുന്നോട്ടുള്ള എന്റെ സുബോധാവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുന്നില്ല എന്ന് നമ്മുടെ കൂട്ടായ്മ പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം നമ്മൾ കുടിക്കാതിരുന്നോ അതൊന്നും അടുത്ത വരും കാലങ്ങളിൽ നമുക്ക് കുടിക്കാതിരിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനമായിട്ട് മാറുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പൊ മീറ്റിംഗ് പങ്കെടുത്തില്ലെന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു 12ാം പടി പ്രവർത്തനത്തിനുണ്ടോ ഓടിപ്പോയാലും കുടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് ഇത് വരും കാലങ്ങളിലുള്ള നമ്മുടെ കുടിക്കാതിരിക്കലിന് ഇത് സഹായിക്കുന്നില്ല. അതുകൊണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ എത്ര വർഷം പിന്നിട്ടാലും ഒരു മദ്യാസക്ത രോഗിയെ സംബന്ധിച്ചിടത്തോളം മദ്യം എന്ന ഏറ്റവും സൂത്രശാലിയായും കൗശലക്കാരനുമായിട്ടുള്ള ആ ദ്രാവകത്തിന്റെ മുന്നിൽ ഒരു നിമിഷം കൊണ്ട് അടിപതറുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള രോഗത്തിന്റെ അടിമകളാണ് അല്ലെ ഉടമകളാണ് നമ്മളെ പോലുള്ള ആളുകളെല്ലാം. അപ്പം എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ എയുടെ ഒരാളാണ് അല്ലെങ്കിൽ ഞാനൊരു കാരനാണ്, ഞാൻ ഈ ഇതിൽ വന്നതിന്റെ പേരിൽ ഇത്ര വർഷം കുടിക്കാതിരിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിനെ ഉയർത്തിക്കാണിച്ച് എന്റെ ആ ഒരു പ്രസക്തിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിനും കാരണമായത് അല്ലെങ്കിൽ ഞാൻ ഇതാണെന്നുള്ളത് ആ കൂട്ടായ്മയുടെ തത്വങ്ങളെക്കാൾ എന്നെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ പൊലിപ്പിച്ച് കാണിക്കുമ്പോൾ നാളെ നമ്മൾ കുടിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു ദോഷമെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയുടെ ആ ഒരു സൽപ്പേരിനെ, നമ്മുടെ കൂട്ടായ്മയുടെ ഉദ്ദേശശുദ്ധിയെ വളരെ സംശയകരമായിട്ട് പൊതുജനം കാണുകയും അല്ലെ മറ്റു മധ്യസ്ഥർ അല്ലെ എയിലേക്ക് എത്തിപ്പെടാനുള്ള മധ്യസ്ഥർ കാണുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന് വ്യക്തികളെ അതിൻ്റെ അകത്ത്, പക്ഷെ അതിൻ്റെ അകത്ത് പലപ്പോഴും അതിന് പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ പ്രദേശത്തെങ്കിലും നമ്മൾക്ക് പലപ്പോഴും അല്ലെ അനോന്യൂമിറ്റി നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും, സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഒരിക്കലും നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ഈ സന്ദേശം മറ്റാളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ
ഞാനാണിപ്പം കൂത്താട്ടുകുളത്ത് എ എന്നുള്ള നിലയ്ക്ക് പബ്ലിക് കാണുകയാണെങ്കിൽ നാളെ ഞാൻ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കൂത്താട്ടുകുളത്ത് കുറിച്ച് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഫെല്ലോഷിപ്പിനെ കുറിച്ച് അവർക്കുള്ള ആ ധാരണ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ആ വിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും നാളെ ഇതിലേക്ക് ഒരാൾ കടന്നു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും. മറിച്ച് എനിക്കിത് സാധ്യമായത് എന്തുകൊണ്ട് എന്നുള്ളതായിരിക്കണം ആളുകളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കേണ്ടത്. ഈ സന്ദേശം എത്തിക്കുമ്പോൾ ഞാൻ അവതരിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതെങ്ങനെ സാധ്യമായി? ഞാൻ അതിൻ്റെ അകത്തൊരു 12 വർഷമായിട്ട് കുടിക്കാതിരിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടെന്നും ആ കൂട്ടായ്മയിലെ തത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയതിലൂടെയാണ് ഇത്രയും കാലം കുടിക്കാതിരിക്കാൻ സാധിച്ചതെന്നും അങ്ങനെ ചെയ്യാൻ സന്നദ്ധനാകുന്ന ഏതൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. അവിടെ എന്റെ കുടി ആയിരിക്കരുത്, അല്ലെങ്കിൽ എന്റെ കുടിക്കാതിരിക്കലോ എന്റെ വർഷങ്ങളുടെ കണക്കും ആയിരിക്കരുത് മറ്റൊരാളെ കടന്നു വരാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. അതൊരു ചെറിയൊരു തുടക്കത്തിൽ ഇത് ഉണ്ടാവാൻ ഞാൻ കൊടുക്കുന്ന ഒരു സന്ദേശം ഇത്ര വർഷമായെന്ന് പറയുമ്പോൾ എന്റെ കഴിഞ്ഞകാല ഭൂതകാല ജീവിതത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായി മാറിയേക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ അങ്ങനെ സാധിച്ചോ എന്ന് തോന്നിയേക്കാം. എങ്കിലും എനിക്കത് സാധിച്ചത് എന്റെ കഴിവ് കൊണ്ടാണെന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. മറിച്ച് ഇത് ഈ കൂട്ടായ്മയുടെ കഴിവ് കൊണ്ടാണെന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ സാധിക്കും. അത് സാധിച്ചില്ലെങ്കിൽ ഈ അനാമധേയത്തിന്റെ ആ ഒരു ലംഘനം ഈ കൂട്ടായ്മ പറയുന്ന ആ രീതികൾക്കപ്പുറമായിട്ട്, നിർദ്ദേശങ്ങൾക്കപ്പുറമായിട്ട് കടന്നു പോകുമ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും വീണ്ടും ഒരു കുടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ കൂട്ടായ്മയുടെ പേരിനെ കളങ്കപ്പെടുത്തും. അത് ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ പേരുകളുടെ കാര്യത്തിൽ. ഇപ്പം ചില ഗ്രൂപ്പുകളിലൊക്കെ നമുക്കറിയാം, ഈ ഇഷ്ടം പോലെ ആളുകൾ ഇതിൻ്റെ അകത്ത് വരികയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ വളരെ കാര്യമായിട്ട് അവരുടെ പേരും ഫോൺ നമ്പരും ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ചോദിച്ചറിഞ്ഞ് അത് ബുക്കുകളിൽ എഴുതി വെക്കുന്ന രീതി തന്നെ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് പല ഗ്രൂപ്പുകളിലും. പക്ഷെ അത് പോലും നമ്മൾ ചെയ്യണമെങ്കിൽ അത് എഴുതി വെക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് കൂട്ടായ്മ പറയുന്നുണ്ട്. ഇനി അങ്ങനെ പുതുതായിട്ട് കടന്നു വരുന്ന ഒരു നവാഗതനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ അംഗങ്ങളുമായിട്ടുള്ള ആ സഹവർത്തിത്വവും സഹവാസവും വലിയ ഒരു താങ്ങും തണലുമാണ്. അവന് മുന്നോട്ട് പോകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകവും അത് തന്നെയാണ്. ആ പരസ്പരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ആകുമ്പോഴും ഇതൊന്നും അയാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോൺ നമ്പർ പോലും നമ്മൾ ഇതിൻ്റെ അകത്ത് പരസ്പരം കൈമാറാൻ പാടില്ല. അതൊരു ബുക്കിലും ഒന്നും അതിൻ്റെ അകത്ത് അയാളുടെ പേരും ഇതൊന്നും എഴുതി വെക്കുക പോലും പാടില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ പുതുതായിട്ട് വരുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഫോൺ നമ്പർ അയാളുടെ അനുവാദത്തോടു കൂടി ഞാൻ അതിൻ്റെ അകത്ത് താങ്കൾ ഫ്രീ ആകുന്ന ഒരു സമയത്ത് ഞാനൊന്ന് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പേഴ്സണലി വേണമെങ്കിൽ ഈ ഫോൺ നമ്പറുകൾ കൈമാറും. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ബുക്കിൽ എഴുതി വെച്ച് പോലും അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പ്രസിദ്ധപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ആ ബുക്ക് അതിൻ്റെ അകത്ത് കൈമറിഞ്ഞ് വെളിയിലേക്ക് പോകുന്നുള്ളതല്ല. ഈ എയിൽ പുതുതായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും, ഇതിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ ഉണ്ടാവും, നിലനിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, ഇവരുടെയൊക്കെ ഈ ഫോൺ നമ്പറുകൾ എത്തും. അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നമ്മുടെ അനാമധേയത്വം ലംഘിക്കുന്നതിന്റെ കാരണമായിട്ടാണ്, അതിന്റെ ഒരു ഘടകമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മ പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ പ്രദേശത്ത് ഞങ്ങളൊരു PI പരിപാടി പങ്കെടുത്തു. PI പരിപാടി ഒരു സ്കൂളിലായിരുന്നു. ശരിക്കും ഒരു വലിയ ഒരു ഓഡിയൻസ്, അതൊരു ശരിക്കും ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികള്, അവരുടെ രക്ഷകർത്താക്കള്, ഈ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ കുറെ ആളുകൾ, ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു PI പരിപാടിയാണ്. അപ്പൊ ഈ PI പരിപാടിയിൽ പങ്കെടുത്തിട്ട് അന്ന് ശരിക്കും ഇപ്പൊ ഒരു 25 വർഷത്തിലധികം പിന്നിട്ട നമ്മുടെ ഒരു അംഗം ഉണ്ടായിരുന്നു ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഥ അവിടെ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമിതമായ കുടിയുടെ ഘട്ടത്തിൽ അദ്ദേഹം വഴിയിൽ വീണ് കിടന്നതും ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ അതുപോലൊരു PI പരിപാടിയിൽ അദ്ദേഹം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആളുകൾ എന്നുള്ള നിലയിൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ പരിപാടിയിൽ സന്ദേശം എത്തിക്കാത്ത ചിലപ്പോൾ നമ്മളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അംഗങ്ങളാണ്, അല്ലെ നമ്മൾ ഈ ഫെലോഷിപ്പിന്റെ ആളുകളാണെന്നൊക്കെ ഇത് മനസ്സിലാവും, സ്വാഭാവികം.
പക്ഷെ അതുപോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും വർഷങ്ങളായിട്ട് പിന്നിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മീറ്റിംഗിൽ പറയേണ്ടതായ കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അവിടെ ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു അനോണിമിറ്റി ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ നമ്മൾ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സമീപനമായിരുന്നില്ല ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് ആ മീറ്റിംഗിലെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാമധേയത്തിന്റെ കാര്യത്തിൽ വളരെ കാര്യമായിട്ട് സൂക്ഷിക്കണം എന്നാണ്. ഇനി ഈ 12ാം പാരമ്പര്യത്തിന് ഇത് നന്നായിട്ട് ബോറടിക്കുന്ന ഒരു ഒരു തത്വമായതുകൊണ്ടും അതുപോലെ വലിയ സരസമായ സംഭാഷണങ്ങളൊന്നും വലിയ വശമില്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് തോന്നുമെങ്കിലും നമ്മളൊരു അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതെന്നുള്ളത് കൊണ്ട് നമ്മൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്ത് ക്ഷമാപൂർവം എന്ന് പറയാനുള്ളൂ. ഇനി 12ാം പാരമ്പര്യത്തിൽ നമ്മുടെ ഈ ബുക്കിൽ നമ്മുടെ 12 പടികൾ പാരമ്പര്യങ്ങൾ എന്നുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വായിക്കാം. അനാമധേയത്വത്തിന്റെ ആത്മീയ അന്തസത്ത ത്യാഗമാണ്. അനാമധേയത്വം ഭംഗിയായി പ്രതിദാനം ചെയ്യപ്പെടുന്ന ത്യാഗവീര്യമാണ്. അവയുടെയെല്ലാം അടിത്തറയായി നമ്മൾ തിരിച്ചറിയുന്നു. എന്തുകൊണ്ടെന്നാൽ പൊതുവായ നന്മയ്ക്ക് വേണ്ടി സ്വകാര്യ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണമെന്ന് എയുടെ 12 പാരമ്പര്യങ്ങളും ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ ത്യാഗങ്ങൾ ചെയ്യാനുള്ള അംഗങ്ങളുടെ തെളിയിക്കപ്പെട്ട സന്നദ്ധതയാണ് മറ്റുള്ളവർക്ക് യുടെ ഭാവിയെ പറ്റി ഉയർന്ന ഉറപ്പ് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ സൗകര്യപൂർവ്വം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അംഗങ്ങളും ഗ്രൂപ്പുകളും മറന്നു പോകുന്ന ഒരു കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ അടിത്തറ, ആത്മീയ അടിത്തറ എന്ന് പറയുന്നത് ത്യാഗമാണ്. അവിടെ നമ്മൾ പൊതു നന്മയ്ക്ക് വേണ്ടി സ്വകാര്യ ആഗ്രഹങ്ങൾ മാറ്റിവെക്കണം. യുടെ 12 പാരമ്പര്യങ്ങളും ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടും. അപ്പം ശരിക്കും ഇന്ന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളിത് പറഞ്ഞു പോകുന്ന, പക്ഷെ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കി പോകേണ്ടത് തന്നെയുണ്ട്. നമ്മൾ പറയാറുണ്ട് ഏരിയയില് കുറ്റപ്പെടുത്തലുകൾ പാടില്ല, പരദൂഷണം പാടില്ല, ഇതൊന്നും അല്ല. പക്ഷെ അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിലുള്ള നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, പുതുതായിട്ട് കടന്നു വരുന്ന ആളുകളെ ഇതിൻ്റെ അകത്ത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ആ ഒരു സാധ്യത, ഇതൊക്കെ വളരെ അപകടകരമായ രീതിയിൽ. ഞാൻ അതിൻ്റെ അകത്ത് പലപ്പോഴും പല പരിപാടികളിലും പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ യുടെ പല മീറ്റിങ്ങുകളും കൺവെൻഷനുകളും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഒരു 2 വർഷം മുമ്പ് ഞാൻ ഒരു കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഇതിന്റെ ഒരു കേരളത്തിലെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേവക സ്ഥാനം എന്ന് പറയുന്നത്, സേവക സ്ഥാനം എന്നല്ല, സേവകൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ക്ലാസ് ബി ട്രസ്റ്റിയാണ്. അപ്പൊ ഈ ക്ലാസ് ബി ട്രസ്റ്റി ഒക്കെ ഉൾപ്പെടെ അതിൻ്റെ അകത്ത് പങ്കെടുത്ത ഒരു പരിപാടിയിൽ അവിടെ അതിൻ്റെ അകത്ത് ഓരോ പരിപാടിക്കും അതിൻ്റെ അകത്ത് ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അത് അതിൻ്റെ അകത്ത് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ നമ്മൾ ശരിക്കും ഈ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നമ്മൾ മധ്യാസക്തരാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളിൽ ന്യായീകരണ വിദഗ്ധന്മാരാണ്. അക്കാര്യത്തിൽ നമ്മളെ പോലെ അഗ്രഗണ്യന്മാർ വേറെ ഇല്ല. ഇതിൻ്റെ അകത്തെല്ലാം അതിൻ്റെ അകത്ത് ഓരോ വാദഗതികൾ ഇന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ക് വിരുദ്ധമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും അതിൻ്റെ അകത്ത് ഈ പറയുന്ന ന്യായീകരണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അതിൽ നിലനിൽക്കുന്ന ആളുകളെയും വരാനിരിക്കുന്ന ആളുകളെയും നമ്മുടെ ടൈമിക്കൊന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. ഈ ആളുകളുടെയൊക്കെ അതിൻ്റെ അകത്ത് നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ നടക്കും. അപ്പൊ ഇതിനൊക്കെ പറയുന്ന ഒരുപാട് ന്യായീകരണങ്ങൾ. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ കൂട്ടായ്മ. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്യുന്നത് ശരിയായ ഒരു രീതി ആയിരുന്നെങ്കിൽ ആദ്യകാല അംഗങ്ങൾ അവരുടെ പേരോ ഫോട്ടോയോ ഒക്കെ ഇതിൻ്റെ അകത്ത് പരസ്യപ്പെടുത്തിയാലായിരുന്നോ? നമ്മുടെ സഹസ്ഥാപകരായിട്ടുള്ള ബില്ലും ബോബും മരണശേഷമാണ് അവരുടെ ചിത്രം മറ്റേ നമ്മുടെ ഈ ഫെലോഷിപ്പ് പുറത്തുവിട്ടതെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെയൊക്കെ വളരെ സൗകര്യപൂർവ്വം അതിൻ്റെ അകത്ത് മറന്നുകൊണ്ടാണ് അനാമധേയത്വം എന്ന് പറയുന്ന പാരമ്പര്യത്തെ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നത്തെ യുടെ ഒരുപാട് തെറ്റായ രീതികളിൽ ഇതെല്ലാം ഉയർന്നു വരുന്നുണ്ട്.
അപ്പൊ ഈ ത്യാഗമനസ്ഥിതി അതിൻ്റെ അകത്ത് മാറിപ്പോകുന്നു. സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടത്തിനും അനുസരിച്ച് താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എയുടെ പൊതുനന്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ തത്വങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനാമധേയത്തിന് മുറുകെ പിടിക്കണം. അതാണ് നമ്മുടെ ആത്മീയ അടിത്തറ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അതിൻ്റെ അകത്ത് വളരെ നിഷ്കരണം അതിൻ്റെ അകത്ത് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ മുൻപൊരു മീറ്റിംഗിൽ പറഞ്ഞ പോലെ ഒരു 300-നടുത്ത് ഗ്രൂപ്പുകളും ഒരു ഗ്രൂപ്പിൽ ഒരു 10 പേര് വെച്ച് കൂട്ടിയാൽ പോലും 10 പേരൊന്നും ഉണ്ടാവുകയല്ല. ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3000-ൽ താഴെ ആളുകൾ മാത്രം നമ്മുടെ കേരളത്തിലേലും. അത് ഈ കേരള റീജിയന്റെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു പഠന റിപ്പോർട്ടിൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ശരിക്കും ഒരു 10-40 ലക്ഷം മദ്യാസക്ത രോഗികൾ അടിയന്തരമായിട്ടുള്ള ചികിത്സയ്ക്ക് വിധേയരാവേണ്ട ഘട്ടത്തിലാണ് കേരളത്തിലെ ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഈ 3000-ൽ താഴെ ആളുകൾ. അതിൽ തന്നെ എത്രയോ ആളുകൾ വരുന്നു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ ഓരോ ഗ്രൂപ്പുകളിൽ നമുക്കറിയാവുന്ന ഓരോ ഗ്രൂപ്പുകളിൽ എത്രമാത്രം ആളുകൾ വരുന്നു, ഈ വരുന്ന ആളുകളിൽ എത്ര പേര് നിലനിൽക്കുന്നു, നിലനിൽക്കുന്നവരിൽ തന്നെ ഇതിൻ്റെ അകത്ത് എത്ര പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തത്വങ്ങൾ കുറെയെങ്കിലും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു, അതനുസരിച്ചുള്ള ഒരു ജീവിത മാറ്റം അവർക്കുണ്ടാവുന്നു. വളരെ കാര്യമായിട്ട് ഇതിൻ്റെ അകത്ത് സുഖമാണ്, സന്തോഷമാണ്, അല്ല അങ്ങനെ സംഭവിക്കരുത്. ഈ മാറിയ മനോഭാവം, ഓൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ പുതിയ ജീവിതം, അതിന് പഴയതിനെ മാറ്റേണ്ടതിനെയും വലിച്ചെറിയേണ്ടതിനെയും തിരുത്തപ്പെടേണ്ടതിനെയും തിരുത്തുകയും വലിച്ചെറിയുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്ന ആ ജീവിത രീതി മെനഞ്ഞെടുക്കുന്നതിൽ എത്ര ആളുകൾ അതിൻ്റെ അകത്ത് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ശരിക്കും ഈ പടികളുമായിട്ട് ബന്ധപ്പെട്ട് ഈയിടപ്പം നമ്മുടെ കോഴിക്കോട് ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പലരും ഉണ്ടായിരുന്നു അവിടെ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ടു, നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പൊ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കറിയാം, അതിൻ്റെ അകത്ത് ശരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% താഴെയായി പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പടികള് അല്ലെങ്കിൽ ഈ തത്വങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ 1 മാത്രമായിട്ട് പോയി. ഇപ്പൊ 100 കൊണ്ട് ഒരാൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ബാക്കി 99 പേര് എന്ന് പറഞ്ഞാൽ വലിയൊരു മജോറിറ്റിയുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ഈ തത്വങ്ങളെ അതിൻ്റെ അകത്ത് വല്ലാതെ വയലേറ്റ് ചെയ്യപ്പെടും, ലംഘിക്കപ്പെടും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ഒരു യാത്രയുടെ ഭാഗമല്ല എങ്കിൽ കൂട്ടായ്മയിലെത്തിയ ഒരു വലിയ ദൈവമായ അനുഗ്രഹം. നമ്മുടെ അസുഖം അത് നമ്മൾ തിരിച്ചറിഞ്ഞു, പരിഹാരം ബോധ്യപ്പെട്ടു. ഇത്രയുമായിട്ടും പിന്നീടുള്ള യാത്രയിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടേതായ പ്രവർത്തികൾക്ക് കൃത്യമായിട്ടുള്ള ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ വാദഗതികൾ വെച്ച് അതിനെ സാധൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എത്രയോ ഗ്രൂപ്പുകളിൽ അതിൻ്റെ അകത്ത് വരുന്ന ആളുകൾ വീണ്ടും വീണ്ടും കുടിയിലേക്ക് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏത് രീതിയിലൂടെ അവർ സഞ്ചരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി പറഞ്ഞു കൊടുത്ത് ചേർത്ത് നിർത്താൻ തയ്യാറാകുന്ന എത്ര അംഗങ്ങളുണ്ട്, എത്ര ഗ്രൂപ്പുകളുണ്ട്. അതിനൊക്കെ അപ്പുറമുള്ള താല്പര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലംഘിക്കപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ലംഘിക്കപ്പെട്ടു പോകുന്ന ഒന്നാണ് ഈ അനാമധേയത്വം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് ഞാൻ മുൻപ് തന്നെ അതിന്റെ അകത്ത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ പറഞ്ഞു പോകാം. അതിലൊന്ന്, നമ്മൾ ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും ഈ വ്യക്തിയുടെ സംബന്ധിച്ചുള്ള ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന പോലെ തന്നെ തുടക്കക്കാരൻ തുറന്നു പറയുന്ന കാര്യങ്ങളും അതുപോലെ നമ്മൾ പറയാറുണ്ട്, ഇവിടെ വരുന്ന ഇവിടെ തന്നെ ഇതിൻ്റെ അത് സൂക്ഷിക്കണം, ഇവിടുന്ന് കിട്ടുന്നതിലും സ്വീകരിക്കേണ്ടതിനെ നമ്മൾ സ്വീകരിക്കണം, ബാക്കിയുള്ളതിന് ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞാൽ പോലും ഇതൊക്കെ ആ മീറ്റിംഗ് മുറിയുടെ ആ മീറ്റിംഗിൽ നിന്റെ വെളിയിലേക്ക് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ഇനി ഈ പരസ്യപ്രചാരണത്തിന്റെ ഒരു അപകടത്തെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. മറ്റുള്ളവർ ക്യാമറകൾക്കും ഉച്ചഭാഷങ്ങൾക്കും മുന്നിൽ സ്ഥാനം പിടിക്കാൻ പാഞ്ഞു നടന്നു. ചിലപ്പോൾ അവർ പരിതാപകരമായ രീതിയിൽ വീണ്ടും മദ്യപിക്കുകയും തങ്ങളുടെ ഗ്രൂപ്പുകളെ വല്ലാതെ വശം കെടുത്തുകയും ചെയ്തു. എയിലെ അംഗങ്ങളിൽ നിന്നും
എയിലെ വേഷം കെട്ടുകാരായി അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന ഒരു ദിന പരിപാടിയുടെ ആളുകളാണ്. നാളെ നമ്മൾ കുടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മയുടെ പേരിനെയും കൂട്ടായ്മയും കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ആവരുത് നമ്മൾ എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ കരുതൽ ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം വേദികളിൽ അനാമധേയത്വം നിലനിർത്തണമെന്ന വ്യവസ്ഥയിൽ പരിശ്രമങ്ങളുടെയും പേരുകളുടെയും അല്ല ചിത്രങ്ങളുടെയും പേരുകളുടെയും ഉപയോഗത്തിനെതിരെ പങ്കെടുത്ത പത്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാൽ ഫലം വളരെ മികച്ചതായിരുന്നു. അപ്പം ഇത് ഈ അനാമധേയത്വം എന്ന് പറയുന്ന പാരമ്പര്യം ഉരുത്തിരിയുന്നതിന് മുൻപായിട്ട് എയിൽ ശക്തമായിട്ടുള്ള ആശയ സമരങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു എന്ന് ആദ്യകാല ഇതിന്റെ അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങൾക്ക് രൂപം കൊടുത്ത ആളുകൾ തന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആശയഘട്ടത്തിൽ മറ്റുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രചരണ രീതിയും ഒരു സന്ദേശം കൈമാറലും ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആ ആളുകൾക്ക് എത്രമാത്രം ഗുണകരമായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളിൽ നിന്നാണ് ഇന്ന് ഈ അനാമധേയത്വം എന്ന് പറയുന്ന തത്വം ഉരുത്തിരിഞ്ഞപ്പോൾ അത് എത്രമാത്രം മികച്ചതായിരുന്നു എന്നുള്ളതാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ 12-ാം പാരമ്പര്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരും പറയുന്നുണ്ട്, മുഴുവൻ ജനങ്ങളുടെയും മുമ്പിൽ എയെ പ്രതിനിധീകരിക്കുന്ന കേമന്മാരായി സ്വയം നിയമിതരായ നമ്മൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്തുകൊണ്ട് സ്വയം നിയമിതരായ അംഗങ്ങളെ അവതരിപ്പിക്കുക എന്ന പരീക്ഷണം നടത്താൻ എന്തായാലും നമുക്ക് കഴിയും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. അതൊരു കാരണവശാലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയല്ല. മുഴുവൻ ജനങ്ങളുടെയും മുമ്പിൽ എയെ പ്രതിനിധീകരിക്കുന്ന രക്ഷകരായി സ്വയം നിയമിതരായ അംഗങ്ങളെ അവതരിപ്പിക്കുക എന്ന പരീക്ഷണം നടത്താൻ എന്തായാലും നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ കൂട്ടായ്മ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് അനാമധേയത്വം എന്ന 12-ാം പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട്. ഇനി അതിന്റെ അടുത്തൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ആത്മീയ ശ്രേഷ്ഠതയാണ് അനാമധേയത്വത്തിന്റെ ആത്മാവിനാൽ ചലിപ്പിക്കപ്പെട്ട് സഹമദ്യപാനികൾക്കിടയിലും പൊതുജനങ്ങളുടെ മുമ്പിലും എയിലുമുള്ള അംഗങ്ങൾ എന്ന നിലയിലുള്ള വ്യക്തിഗത നിലവാരത്തിന് വേണ്ടിയുള്ള നമ്മുടെ സ്വാഭാവിക ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിന് നമ്മൾ ശ്രമിച്ചു. നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗത്തിൻ്റെതായ ഒരു പാതയിലേക്ക് എത്തേണ്ടവരാണ് എ അംഗങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ആൽക്കഹോളിക്സ് അനോണിമസ് എക്കാലവും നേടാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംരക്ഷണമാണ് അനാമധേയത്വത്തിലൂടെ പ്രകടമാക്കപ്പെടുന്ന എളിമ എന്ന കാര്യത്തിൽ നമുക്ക് വളരെയധികം ഉറപ്പുണ്ട്. അപ്പം ശരിക്കും വളരെ പ്രാധാന്യത്തോടു കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഓരോ തത്വങ്ങളും അതിൻ്റെ അകത്ത് അതനുസരിച്ച് പാലിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് നടന്നൊരു പ്രോഗ്രാം നമ്മൾ മുൻപ് കേട്ടിട്ടുള്ള ഒരു കാര്യം വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മൾ എടുക്കുക. ഇത് വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെയാണ് എ തത്വങ്ങൾ മദ്യാസക്ത രോഗിയുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ സഹസ്ഥാപകരും ആദ്യകാല എ അംഗങ്ങളും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ നിർദ്ദേശങ്ങളായിട്ടാണ് നമ്മൾ അതിൻ്റെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യായീകരണവാദികളായിട്ടുള്ള അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സ്ഥിരം പറയാറുള്ള കാര്യങ്ങൾ എല്ലാത്തിനും ന്യായീകരണം കണ്ടെത്തുകൊണ്ട് ഇതെല്ലാം നിർദ്ദേശങ്ങളാണ്, അത് പാലിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വലിയ നിർബന്ധമുള്ള കാര്യങ്ങൾ. അതിന് നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ബിഗ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അപകടത്തിൽപ്പെട്ട ഒരു പ്ലെയിനിൽ നിന്നും വെളിയിലേക്ക് ചാടുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് രക്ഷയ്ക്കായിട്ട് പാരച്യൂട്ടുകൾ നൽകുമല്ലോ. ആ പാരച്യൂട്ട് അമർത്തേണ്ടത് എങ്ങനെയാണെന്നുള്ള നിർദ്ദേശവും അതിന്റെ പൈലറ്റോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ടാവും. ആ വരയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഈ താഴേക്ക് ചാടുമ്പോൾ ഇതിന്റെ അകത്ത് ശരിക്കും പാരച്യൂട്ട് നിവരുകയുള്ളൂ എന്നും അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് സുരക്ഷിതമായിട്ട് നിലത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ്. ഇത് വെറും നിർദ്ദേശമാണ്, ഞാൻ പാലിക്കേണ്ടതല്ല എന്ന ചിന്തയോടുകൂടി ചാടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ തത്വങ്ങൾ നിർദ്ദേശങ്ങളാണ്
ഇത് പാലിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഇല്ല എന്ന് ശഠിക്കുന്ന, ചിന്തിക്കുന്ന ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം അയാൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു ബോധ്യവും നമ്മൾ ഈ തത്വങ്ങളുടെ കാര്യത്തിൽ നമുക്ക് അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഈ പറയുന്ന ഒരു ഇതില് ശരിക്കും ഞാൻ അതിൻ്റെ അകത്ത് ഇന്ന് രാമേട്ടൻ പറഞ്ഞപ്പോ ഒരു കാര്യമുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞ ഈ വിഷയം ഞാൻ മുൻപ് പല മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നമ്മളെ ഒക്കെ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 25, 50 അല്ലെ 55, 60 ഇടയിലുള്ളവരായിരിക്കും ബഹുഭൂരിപക്ഷം ഇതായിരിക്കും. എന്തായാലും 25 മിനിറ്റോരായിരിക്കും നമ്മുടെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം കേട്ടിട്ട് ആളുകളുടെ അത്തരത്തിലുള്ള ഒരു പ്രസംഗം കേട്ടിട്ട് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന കാലമൊക്കെ നമ്മളിൽ നിന്ന് പോയി. മറിച്ച് സ്വന്തം അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് അനാമധേയത്വം അല്ലെങ്കിൽ ഒരു തത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ തത്വം എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ പ്രാവർത്തികമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇതിലിരിക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഘടകമായിട്ട് മാറിയിരിക്കും. അല്ലാണ്ട് ഒരു ഇൻസ്പിറേഷന്റെ ഒക്കെ കാലം പോയി. ഏതെങ്കിലും തരത്തിലുള്ള പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ വിഷയാവതരണമോ കേട്ടിട്ട് പലപ്പോഴും അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയാവതരണത്തിന്റെ കാര്യത്തിലൊക്കെ അതിൻ്റെ അകത്ത് ഒരു സത്യസന്ധതയില്ലായിരിക്കും. നമുക്ക് നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ മുൻപ് ഒരിക്കലും ഒരു കൺവെൻഷനിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ 2 ദിവസം ഒരു കൺവെൻഷൻ, ആ കൺവെൻഷന് 2 ദിവസം പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ കേരളത്തിന്റെ ഒരു ജില്ലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വിഷയാവതരണം മീറ്റിംഗ് ഇത് തുടങ്ങി വിഷയാവതരണത്തിലേക്ക് ആദ്യത്തെ വിഷയം അവതരിപ്പിക്കേണ്ട ആള് തന്നെ അതിൻ്റെ അകത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇതിന്റെ പടികളോ അല്ലെങ്കിൽ ഇതിന്റെ തത്വങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒരാളെന്നല്ല. ഞാൻ അതിൻ്റെ അകത്ത് വായിച്ച ചില കാര്യങ്ങൾ ഇവിടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞു. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ആ കൺവെൻഷനിൽ ഞാൻ വൈകുന്നേരം തിരിച്ചു പോയി. കാരണം നമ്മൾ ഒരാളെ ഇതിനു വേണ്ടി സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അയാളത് കാര്യത്തില് ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ എത്ര സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥത്തോടു കൂടി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരാളില് അയാളുടെ അനുഭവങ്ങളെ പറയേണ്ടത്. ഇപ്പൊ അതിൻ്റെ അകത്ത് വളരെ മനോഹരമായിട്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ ആർക്ക് വേണമെങ്കിലും കഴിയും. ഈ ലിറ്ററേച്ചറുകളൊക്കെ എടുത്തു വെച്ച് അതിൻ്റെ അകത്ത് വായിച്ച് നോക്കിയിട്ട് അത് മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു തത്വങ്ങളും അതിൻ്റെ അകത്ത് പ്രാവർത്തികമാക്കാൻ. പക്ഷെ നമ്മുടെ നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് അതുകൊണ്ടൊരു കാര്യവുമില്ല. നമ്മളൊരു മീറ്റിങ്ങുകളിൽ പോയി പറയുന്നുണ്ട് 1.5 മണിക്കൂർ സമയം നമ്മളൊരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു പങ്കുവെക്കലിലെ ഏതെങ്കിലും ഒരു വാക്കോ വാചകവുമായിരിക്കാം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നത്. 1.5 മണിക്കൂറിനുള്ളിൽ 1 മിനിറ്റോ അരമിനിറ്റോ അല്ലെങ്കിൽ സെക്കൻഡുകളോ മാത്രമുള്ള ഒരു വാചകമോ ഒരു വാക്കോ ആയിരിക്കും നമുക്ക് എന്ന് പറയുന്നത് പോലെ നമ്മളൊരു വിഷയാവതരണത്തിലും അത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിനനുസരിച്ച് നമുക്ക് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോയില്ല എങ്കിൽ ഈ ഈ പറയുന്ന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നവര് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ലംഘനത്തിന്റെ ആളുകളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് രാമേട്ടനോട് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് നമുക്കിതിലുള്ള ഒരാളുകളോട് ഇതിൻ്റെ അകത്ത് വ്യക്തിപരമായി നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട് നമ്മൾ യിൽ എത്തിപ്പെട്ടു, എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ പോകേണ്ടതുണ്ട്. അവിടെ ഏറ്റവും ശക്തമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒന്നാണ് നമ്മളിപ്പോ ഇന്ന് സംസാരിച്ചു പോയ അനാമധേയത്വം. അതുകൊണ്ട് കഴിയുമെങ്കിലും നമ്മൾ ഇനിയുള്ള അതിൻ്റെ അകത്ത് മീറ്റിങ്ങുകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണോ അവതരിപ്പിക്കുന്ന വിഷയം അത് സംസാരിക്കുന്ന വ്യക്തി അത് ആര് തന്നെ ആയിക്കോട്ടെ XY ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കി അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് എത്രമാത്രം ഫലമുണ്ടായി എന്ന് സംസാരിക്കുക എന്നുള്ള ആ ഒരു കാര്യമായിരിക്കും അംഗങ്ങൾക്ക് ഏറ്റവും മോട്ടിവേഷൻ നൽകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഉള്ള വെറും ഒരു സംസാരത്തിൽ വലിയ കാര്യം ഉണ്ടായിട്ട് തോന്നുന്നത്. ഈ ഇപ്പം നമ്മുടെ കൊച്ചി കൺവെൻഷനൊക്കെ വരും. ഞാൻ അതിൻ്റെ അകത്ത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അതിന്റെ കൺവീനറെ ഞാൻ അതിൻ്റെ അകത്ത് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അതിന്റെ ഇതിലേക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എല്ലാവരും ഇതിന്റെ അകത്ത് കൊച്ചിക്കാരായതുകൊണ്ടും അല്ലെങ്കിൽ ഇതിലിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും എറണാകുളം ജില്ലക്കാരൊക്കെ ആയതുകൊണ്ടും അല്ലെങ്കിൽ അതാണ് ഏറ്റവും മഹത്തരം എന്നുള്ള അർത്ഥത്തിലല്ല എങ്കിലും വലിയ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തി അതിൽ സംസാരിക്കേണ്ട ആ ഒരു വിഷയങ്ങളെ അതുപോലെ തലതാരിന്ന് കയറി ചർച്ച ചെയ്ത് മാസങ്ങൾ ഒരു 4 മാസത്തോളം 4.5 മാസത്തോളമുള്ള
ചർച്ചകളിലൂടെയൊക്കെയാണ് ഈ നമ്മളവിടെ സംസാരിക്കേണ്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതും അതിനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രാവശ്യം വെച്ച ഒരു സജഷൻ ഉണ്ട്. നമ്മൾ ഈ സംസാരിക്കാൻ വരുന്ന ആളുകൾ അത് ആര് തന്നെ ആയിക്കോട്ടെ, അവരെന്താണോ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആ വിഷയം, ആ തത്വം, ഒരു ഏടെ ഒരു തത്വമായിരിക്കുമല്ലോ ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത്. ആ തത്വം സ്വന്തം ജീവിതത്തിൽ അയാൾ എത്രമാത്രം ഇപ്പൊ അതിന്റെ 100% പ്രാവർത്തികമാക്കണമെന്നല്ല, എത്രമാത്രം പ്രാവർത്തികമാക്കിയോ അങ്ങനെ ആ പ്രാവർത്തികമാക്കിയപ്പോഴുണ്ടായ അയാളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ആളുകൾക്ക് കൂടുതൽ ഉചിതം എന്നുള്ള നിലയ്ക്ക് ഒരു സജഷൻ വെച്ചത്. അത് തന്നെയായിരിക്കും നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടാവേണ്ടത്. അവിടെയൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഈ പറഞ്ഞ ഇന്ന് നമ്മൾ സംസാരിക്കും ഓരോ തത്വങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ പാരമ്പര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. തത്വങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, വ്യക്തികളല്ല. ആ വ്യക്തികളെക്കാൾ പ്രാധാന്യം തത്വങ്ങൾക്ക് കൊടുക്കണം. അതല്ല എങ്കിൽ അത് നമ്മുടെ കൂട്ടായ്മയുടെ ഉദ്ദേശശുദ്ധിയെ മാറ്റിമറിക്കും. അത്തരത്തിലുള്ള ഒരു മാറ്റിമറിക്കലിന് ഒരിക്കലും നമ്മൾ വിധേയരാവുകയോ തയ്യാറാവുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഒരു ഏയംഗം എന്നുള്ള നിലയിൽ ഇനിയുള്ള കാലം കുടിക്കാതിരിക്കണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ സതുദ്ദേശപരമായിട്ട് ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന, ഒരേ ലക്ഷ്യത്തോടു കൂടി സഞ്ചരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ ദീർഘകാലം മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് രസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു തത്വമോ പാരമ്പര്യമോ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടുള്ള വിരസതയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിന് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.